ഉരുളഴിയാത്ത രഹസ്യങ്ങൾ തേടി ഒരു യാത്ര പോയാലോ? വരൂ നമുക്ക് നോക്കാം ഇന്നേ വരെ ആരും തെളിയിക്കാത്ത സത്യങ്ങളിലേക്ക്. ദ അൺസോൾവ്ഡ് സ്റ്റോറീസ്. ഒന്നാമതായി വരുന്നത് ഡയാൽ ടോപ്പാസ് ആണ്. 1959 റഷ്യയിലെ 9 വിദ്യാർത്ഥികൾ ചേർന്ന് യൂറേൽ പർവ്വതനിരകളിലേക്ക് ഒരു യാത്ര നടത്തുന്നു. യാത്രാമധ്യേ അവർ അന്ന് രാത്രി അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു. പിറ്റേ ദിവസം ലോകം ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തു വന്നു. ആ 9 പേരും അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ടെന്റ് അകത്തുനിന്ന് കീറിയ നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഒരു വ്യക്തിയുടെ നാക്ക് പിഴുതെടുത്ത നിലയിലായിരുന്നു കണ്ടെത്തിയത്. മറ്റൊരാളുടെ കഴുത്ത് മഞ്ഞിൽ മൂടി തല തിരിഞ്ഞ അവസ്ഥയിൽ കാണപ്പെട്ടു. 9 പേരും ഇങ്ങനെ പല കാരണങ്ങളാൽ മരിച്ചിരിക്കുന്നു. ഇന്നും ഡയാൽ ടോപ്പാസ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. അന്നത്തെ പത്രങ്ങൾ പോലും ഇതൊരു ഏലിയൻ ആക്രമണമാണെന്ന് വിലയിരുത്തി. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നമ്പർ 2, ഹിൻഡർഹൈഫെ കൂട്ടക്കൊല. 1922 ജർമ്മനിയിലെ ബവേറിയൻ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു 6 അംഗ കുടുംബത്തിൽ നിന്നും ഒരു കോള് വരുന്നു. ഞങ്ങൾക്ക് പേടിയാകുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. പിന്നീട് ലോകമറിഞ്ഞത് ആ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ അടങ്ങുന്ന ആ കുടുംബത്തെ ഏതോ അജ്ഞാതൻ മഴ ഉപയോഗിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. യാതൊരു ബലപ്രയോഗങ്ങളുമില്ലാതെയാണ് ആ കൊലപാതകം അവിടെ നടന്നത്. മൃതശരീരങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഉറക്കത്തിലല്ലെന്ന് ആരും പറയില്ല. അതുമാത്രമല്ല, ഈ കൊലയാളി ഈ മൃതശരീരങ്ങളോടൊപ്പം 3 ദിവസം അവിടെ താമസിക്കുകയും ആഹാരം പാകം ചെയ്ത് കഴിച്ചതിനും തെളിവുകൾ കണ്ടെത്തി. എല്ലാ ശവശരീരങ്ങളും കളപ്പുരയിൽ കൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു കണ്ടെത്തിയത്. ഇന്നും ജർമ്മനിയുടെ ഉറക്കം കെടുത്തുന്ന ഈ കൂട്ടക്കൊലകൾ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. ആര്, എന്തിന്, എങ്ങനെ? നമ്പർ 4, ദ ബോയ് ഇൻ ദ ബോക്സ്, അമേരിക്കൻ അൺനോൺ ചൈൽഡ്. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും കുഴപ്പം പിടിച്ചതുമായ കേസ്. യാതൊരു തെളിവുകളോ സാക്ഷികളോ ഇന്നുമില്ലാത്ത ഒരേ ഒരു കേസ്. ഫിലാഡൽഫിയയുടെ റോഡിന് വശത്തു നിന്നും അജ്ഞാതമായൊരു ബോക്സ് കിട്ടുന്നു. അതിൽ നഗ്നനായ 4 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ മൃതശരീരവും കിട്ടി. പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. ഒരു കുഞ്ഞുകുട്ടി സഹിക്കുന്നതിനും അപ്പുറം പീഡനങ്ങളും മർദ്ദനങ്ങളും അവൻ ഏറ്റുവാങ്ങിയിരുന്നു. മാസങ്ങളായി പട്ടിണി കിട്ടതിൻ്റെ വരെ തെളിവുകൾ കണ്ടെത്തി. പിന്നീട് 50 വർഷങ്ങൾക്ക് ശേഷം DNA റിപ്പോർട്ട് പ്രകാരമാണ് അമേരിക്കയുടെ അജ്ഞാതപുത്രൻ ആരാണെന്ന് ലോകം അറിഞ്ഞത്. ജോസഫ് അഗസ്റ്റിൻ സാരല്ലി എന്ന ബാലനായിരുന്നു അത്. ഇന്നും അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമാണ്. അമേരിക്ക ഇപ്പോഴും ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ 5, ഹോട്ടൽ സെസീലിയ. 2013 ഈ ഹോട്ടലിൻ്റെ വാട്ടർ ടാങ്കിൽ നിന്നും മുടിയും ബ്ലഡും കണ്ടെത്തി. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിപ്പിക്കുകയും അവർ വന്ന് പരിശോധിച്ചപ്പോൾ കണ്ടവരും കേട്ടവരും എല്ലാം ഞെട്ടി. കാരണം അവിടെ താമസിച്ചിരുന്ന എലീസ ലാമിൻ്റെ മൃതദേഹമായിരുന്നു അതിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നീട് CCTV പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു സാധാരണമായ മരണമല്ല. കാരണം നിങ്ങൾ തന്നെ കണ്ടോളൂ. എന്തിനോടോ ഭയമുളവാക്കുന്ന മുഖം. അതുമാത്രമല്ല, വളരെയധികം പരിഭ്രാന്തിയിലുമായിരുന്നു. അസാധാരണമായ ആംഗ്യങ്ങളും ഭാഷകളും അവൾ കാണിച്ചു കൊണ്ടേയിരുന്നു. ഈ കാണുന്ന ലിഫ്റ്റിൻ്റെ വാതിൽ അവസാനമായി അടഞ്ഞു തുറക്കുന്നതിനു മുമ്പാണ് എല്ലാവരും എലീസ ലാമ്പിനെ ജീവനോടെ കണ്ടത്. പിന്നീട് ആരും കണ്ടിട്ടുമില്ല. ഇതിനു പിന്നിലുള്ള സത്യം പുറത്തു വന്നിട്ടുമില്ല. നമ്പർ 6, ദ 114 പൂനെ. അക്കാലത്തെ പേർഷ്യയായിരുന്ന നാരായണ റാവുവിൻ്റെ മരണമാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തന്നെ ഭരണത്തിനു വേണ്ടി അദ്ദേഹത്തെ കൊല്ലുന്നു, അതും സ്വന്തം ഭടന്മാരെ ഉപയോഗിച്ച്. പിന്നീട് അങ്ങോട്ട് നടന്നത് ഏവരെയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ പൗർണമി രാത്രിയിലും ഈ ശബ്ദം എല്ലാവരും കേട്ടു. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. അതിപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. നമ്പർ 7, ദ മിസ്റ്റീരിയസ് ഓഫ് ഇന്ത്യൻ ലേക്ക് ഓഫ് സ്കെൽട്ടൺ ഇൻ ഉത്തരാഖണ്ഡ്. 1942 ഒരു ഫോറസ്റ്റ് റേഞ്ചർ അപ്രതീക്ഷിതമായി ആ കാഴ്ച കാണുന്നു. ഒരു തടാകം നിറയും മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നീട് അത് അധികാരികളെ വിവരമറിയിപ്പിക്കുകയും അവർ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഞെട്ടി. ഏകദേശം 800-ലധികം മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളായിരുന്നു അവിടുന്ന് കണ്ടെത്തിയത്. പിൽക്കാലത്ത് നടന്ന പഠനങ്ങളിൽ എല്ലാവരുടെയും മരണകാരണം ഒന്ന് തന്നെ, തലക്കേറ്റ ആഘാതമായ ക്ഷതം. ഇപ്പോഴും ഇവരാരാണെന്നുള്ള സംശയം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള പഠനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്പർ 8, ദ മിസ്സിംഗ് ഓഫ് ബഡേലിൻ ബത് മക്കാൻ. പോർച്ചുഗലിലെ വിനോദസഞ്ചാരത്തിനിടയിൽ 3 അംഗ കുടുംബത്തിലെ 3 വയസ്സുകാരി മഡേലിൻ സ്വന്തം കടക്കയിൽ നിന്നും കാണാതാകുന്നു.
അപ്പോൾ തന്നെ പോലീസ് എത്തുകയും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ യാതൊരുവിധ സൂചനകളോ വിവരങ്ങളോ തെളിവുകളോ കിട്ടിയിരുന്നില്ല. ഇപ്പോൾ 2025 ഇപ്പോഴും ഈ കേസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവളുടെ മാതാപിതാക്കൾ അവളെ അന്വേഷിച്ചുകൊണ്ടും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്പർ 9 ദ സ്ട്രേഞ്ചസ്റ്റ് അൺസോൾവ്ഡ് കേസ് ഇൻ ജർമ്മനി. ഗുന്തർ എന്ന ഫുഡ് എഞ്ചിനീയറായ ഈ വ്യക്തി വീട്ടിൽ തനിച്ചായിരുന്നു. വീട്ടിൽ നിന്നും എന്തൊക്കെയോ അലർച്ചകൾ ഉടലെടുത്തു തുടങ്ങി. പെട്ടെന്ന് പരിഭ്രാന്തനായി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല. പിന്നീട് ആരും ഈ വ്യക്തിയെ ജീവനോടെ കണ്ടിട്ടില്ല. തകർന്നടിഞ്ഞ കാറും അതുമാത്രമല്ല, നഗ്നനായി കിടക്കുന്ന കാറിനകത്തു നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ മൃതദേഹമായിരുന്നു കിട്ടിയത്. വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് എഴുതി വെച്ചതാ ഈ ഒരു വാക്കും, UGTZE. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല. അദ്ദേഹത്തോടൊപ്പം ആ സത്യവും മണ്ണടിഞ്ഞുപോയി. പലരും ഈ വാക്ക് കണ്ടുപിടിക്കാൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ 10 ദ സോഡിയാക് കില്ലർ. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കേസ്. ഒരു വ്യക്തി ഒരു കാരണവുമില്ലാതെ പ്രത്യേക അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിച്ച് പ്രശസ്തരെ മാത്രം തപ്പിപ്പിടിച്ച് കൊല്ലുന്നു. എന്നിട്ട് അവിടുത്തെ ഭരണകൂടത്തിനും പത്രങ്ങൾക്കും ഇങ്ങനെ കത്തയക്കുന്നു: നിങ്ങൾ ഇതെല്ലാം ഉടൻ തന്നെ ജനങ്ങളെ അറിയിപ്പിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് മുമ്പിലും ഇതുപോലെ ഇവരെല്ലാം കൊന്നത് എൻ്റെ മരണാന്തര ജീവിതത്തിൽ അടിമകളാക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ജനങ്ങളെ അറിയിപ്പിക്കണം. ഇന്നും അമേരിക്ക ഈ കേസിന് പിന്നാലെ തന്നെയുണ്ട്. ഒരു രേഖാചിത്രമല്ലാതെ യാതൊന്നും അവരുടെ കയ്യിൽ തെളിവുകളായിട്ടും ഇല്ല. നമ്പർ 11 ദ തമാം ഷാസ് കേസ് ഇൻ ഓസ്ട്രേലിയ. 1948 ഡിസംബർ 1 ഓസ്ട്രേലിയയുടെ കടൽ തീരത്തു നിന്നും ഒരു അജ്ഞാതമായ മൃതശരീരം കണ്ടുകിട്ടുന്നു. വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. വിത്തൗട്ട് ഐഡന്റിറ്റി. മരണകാരണവും വ്യക്തമല്ല. ഈ മനുഷ്യനെ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ പോലീസ് വന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സാധനങ്ങളും അരിച്ചു പറക്കി നോക്കി. ആകെ കിട്ടിയത് ഈ ഒരു കടലാസ് കഷ്ണം മാത്രം, തമാം ഷാത്ത്. പിന്നീടുള്ള കണ്ടെത്തലുകളിൽ ഇത് റുബായത്ത് എന്ന അറബി ബുക്കിന്റെ പുറംചട്ടയിൽ നിന്ന് വലിച്ചു കീറിയ ഒരു പേപ്പർ കഷ്ണമാണെന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥമോ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നായിരുന്നു. എന്തായിരിക്കും ഉദ്ദേശിച്ചത്? നമ്പർ 12 ദ സീക്രട്ട് ഓഫ് ലെഡ് മാസ്ക്. 1969 ഒക്ടോബർ 1 പോർച്ചുഗലിൻ്റെ അടിവാരത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി 2 പുരുഷ ശവശരീരങ്ങൾ കാണാനിടയായി. ഇവർ രണ്ടുപേരും ബ്രസീലിലെ ഇലക്ട്രിക് ടെക്നീഷ്യന്മാരായിരുന്നു. ഏറ്റവും വ്യത്യസ്തമെന്ന് പറയട്ടെ, 2 ലെഡ് മാസ്കുകൾ അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തി എല്ലാ ഇൻക്വസ്റ്റും ക്ലിയറാക്കി അവരുടെ മൃതദേഹം കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു പോയിസൺ കഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷം ചെന്നതിൻ്റെയോ ഒന്നുമല്ലായിരുന്നു. അവരുടെ പോക്കറ്റിൽ നിന്നും ഇങ്ങനൊരു കുറിപ്പും കണ്ടെത്തി. ഇതിൽ നിന്നും അവരവിടെ എത്തിയത് പാരാനോർമൽ ആക്ടിവിറ്റികളിൽ ബന്ധപ്പെടാനും പ്രേതത്തെ വിളിച്ചു വരുത്താനാണെന്നും മനസ്സിലായി. അതുമാത്രമല്ല, പിന്നീട് അവരുടെ റൂം പരിശോധിച്ചപ്പോൾ അതിനുള്ള തെളിവുകളും കിട്ടി.